ഇന്നലെ ഹൈക്കോടതിയുടെ ഭാഗത്തുണ്ടായ ശ്രദ്ധേയമായ പരാമർശങ്ങളുണ്ട് കമലേഷ്. സ്വാഭാവികമായ ജാമ്യം ലഭിച്ചു പുറത്തേക്കിറങ്ങിയാൽ അത് പ്രതികളെ വെറുതെ വിട്ടു എന്ന് കരുതാനാകില്ല. അന്വേഷണം എന്ന് പറയുന്നത് ഇത് അസാധാരണമായ കേസാണ്, അതിൽ ആശങ്കയില്ല. അന്വേഷണം തൃപ്തികരമാണ്, അന്വേഷണത്തിൽ ആശങ്കയില്ല എന്ന് കൃത്യമായി ഹൈക്കോടതി വ്യക്തമാക്കുന്നു. CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ, BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരും അയ്യപ്പ സമാജവും സമർപ്പിച്ച ഹർജി പരിഗണിക്കുമ്പോഴാണ് ഇന്നലെ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിലൊരു നിരീക്ഷണം ഉണ്ടാകുന്നത്. അപ്പോൾ CBI അന്വേഷണം ആവശ്യമില്ല, അന്വേഷണം ശരിയായ ദിശയിലാണ്, അന്വേഷണത്തെക്കുറിച്ച് യാതൊരുവിധ ആശങ്കയുമില്ല, അസാധാരണമായ കേസാണ്. അപ്പോൾ കുറ്റപത്രം സമർപ്പിക്കാനും അതിന് വേണ്ട സമയമെടുക്കും. ഇക്കാര്യത്തിൽ യാതൊരുവിധ സംശയവും SITയെ കുറിച്ച് ഹൈക്കോടതിക്കില്ല. പിന്നെ എന്തിനാണ് പ്രതിപക്ഷത്തിന് ഇത്തരത്തിലുള്ള ഒരു സംശയങ്ങൾ നിലനിർത്തുന്നുള്ള ഒരു ചോദ്യം അവിടെ ബാക്കി നിൽക്കുകയാണ്. അവിടെയാണ് VD സതീശനുള്ള മറുപടി കൃത്യമായി കണക്ക് നിരത്തിക്കൊണ്ട് തന്നെ മന്ത്രിമാർ നിയമസഭയിൽ നൽകുന്നത്. ആരാണ് സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് പോറ്റിയെ കൊണ്ട് എത്തിച്ചത്, സോണിയാഗാന്ധിയെ തെരുവിൽ വലിച്ചിട്ട് ചെണ്ട കൊട്ടാൻ പാകത്തിൽ ഇട്ടുകൊടുത്തതാരാണ് എന്ന് മന്ത്രി P. രാജീവ് ഇന്നലെ ചോദിക്കുന്നുണ്ടായിരുന്നു. പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് പ്രതിപക്ഷമല്ല, എതിർപക്ഷമാണ്. കേരളത്തിൻ്റെ മൊത്തം എതിർപക്ഷമായി മാറുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് VD സതീശൻ്റെ ഭാഗത്തുണ്ടാകുന്നത്. കേരളത്തിൻ്റെ പ്രതിപക്ഷമായി VD സതീശൻ മാറുന്നു. LDF സർക്കാരിൻ്റെ അല്ല, കേരളത്തിൻ്റെ തന്നെ പ്രതിപക്ഷമായും എതിർപക്ഷമായും VD സതീശൻ മാറുന്ന കാഴ്ച ഏതെങ്കിലും രീതിയിൽ LDF സർക്കാരിൻ്റെ മുകളിൽ ഒരു അപ്രമാദിത്യം സൃഷ്ടിക്കാം എന്നുള്ള രീതിയിലാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം വരുന്ന ഒരു നിയമസഭാ സമ്മേളനമായിരുന്നു. അപ്പോൾ ആ നിയമസഭാ സമ്മേളനത്തിൽ തെരഞ്ഞെടുപ്പിൽ അവർ ലഭിച്ചു എന്ന് അവർ കരുതുന്ന മേൽക്കൈ നിയമസഭാ സമ്മേളന കാലയളവിലും എല്ലാ സമ്മേളനത്തിലും അവർക്കുണ്ടാകുമെന്ന ഒരു പ്രതീക്ഷയ്ക്കുള്ള തിരിച്ചടി കൂടിയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിയമസഭയിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിൻ്റെ ഓരോ കാലത്തുമുള്ള നിലപാടിനേറ്റ തിരിച്ചടികൾ കൂടിയാണ്. ആ തിരിച്ചടികൾ നൽകുന്നത് കൃത്യമായ കണക്ക് നിരത്തിക്കൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ഒരു തുള്ളിച്ചോര പോലും പുറത്തേക്ക് ചിന്താതെ സതീശനെ വലിച്ചു വാരി ഒട്ടിക്കുന്ന മന്ത്രിമാരെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും അത് നിയമസഭയിൽ മാത്രമല്ല ഹൈക്കോടതിയിലും സമാനമായ നിലയിൽ VD സതീശന്, പ്രതിപക്ഷ നേതാവ് VD സതീശന് വലിയ തിരിച്ചടിയേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ്. ഏതായാലും ഈ വിഷയത്തിൽ വളരെ കൃത്യമായി ഹൈക്കോടതി പറയുന്നത്, അതായത് VD സതീശൻ പറഞ്ഞ പ്രധാനപ്പെട്ട ചില ആക്ഷേപങ്ങൾ എന്ന് പറയുന്നത് വലിയ നിലയിൽ സമ്മർദ്ദത്തിന് അടിപ്പെട്ടാണ് ഈ പ്രത്യേക അന്വേഷണ സംഘം പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. അതോടൊപ്പം ഈ പ്രതികൾക്കെല്ലാം സ്വാഭാവിക ജാമ്യം ലഭിക്കുന്ന നിലയിലേക്കുള്ള ഇടപെടൽ, അവർക്കെല്ലാം സ്വാഭാവിക ജാമ്യം ലഭിച്ച് പുറത്തേക്ക് വരാൻ, രക്ഷപ്പെടാനുള്ള ഒരു വഴി പ്രത്യേക അന്വേഷണ സംഘം ഒരുക്കുന്നു തുടങ്ങിയ കാര്യങ്ങളാണ്. പക്ഷേ ഇക്കാര്യത്തിലെല്ലാം വളരെ കൃത്യമായി നിലപാട് ഹൈക്കോടതി പറഞ്ഞു കഴിഞ്ഞു എന്നുള്ളതാണ്. സ്വാഭാവിക ജാമ്യം ലഭിച്ചാൽ പോലും അതിലൊന്നും ആശങ്കപ്പെടേണ്ട കാര്യമില്ല, ഒരാളും രക്ഷപ്പെടാൻ പോകുന്നില്ല. ഈ വിഷയം എന്ന് പറയുന്നത് ഓരോ കണ്ണിയെയും, ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട കേസിലെ ഓരോ കണ്ണിയെയും ഇതിനകത്ത് കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. അതിന് സമയം ആവശ്യമുണ്ട്. ആ സമയം അന്വേഷണ സംഘത്തിന് കൊടുക്കണം എന്നുള്ളത് കൂടിയാണ് പറയുന്നത്. വളരെ കൃത്യമായി തന്നെ ഈ അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ അന്വേഷണത്തിൻ്റെ കാര്യത്തിൽ ഒരു ആശങ്കയും ആർക്കും വേണ്ട എന്ന് മാത്രമല്ല, നേരത്തെ വിനിഷ സൂചിപ്പിച്ചതുപോലെ തന്നെ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ് CBI അന്വേഷണം ആവശ്യപ്പെട്ട ഒരു ഹർജി കൊടുക്കുന്നത്. ആ ഹർജിയെയും അദ്ദേഹം കോടതി നിരാകരിക്കുന്നു എന്നുള്ളതാണ്. വളരെ കൃത്യമായി പറയുന്നു, നിസ്സാര കാരണങ്ങൾ, അതായത് ഇത്തരത്തിൽ വളരെ നിർണായകമായ ചില കേസുകളുടെ ഘട്ടത്തിൽ അല്പം സമയമെടുത്ത് തന്നെ ഈ അന്വേഷണം പൂർത്തിയാക്കേണ്ടതുണ്ട്. ഒരാളും രക്ഷപ്പെടാൻ പാടില്ല. ഈ കുറ്റപത്രം സമർപ്പിക്കുന്നത് ഒരു അല്പം വൈകിയത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്ന് കരുതുന്നില്ല. അതോടൊപ്പം SITക്ക് വളരെ കൃത്യമായി സമഗ്രമായി ഈ കുറ്റപത്രം സമർപ്പിക്കുന്നതിനുള്ള സമയമാണ് നൽകേണ്ടത് എന്നുകൂടി പറയുന്നു. എന്ന് മാത്രമല്ല, അല്പം വൈകിയത് കൊണ്ട് ഈ പ്രതികളെല്ലാം രക്ഷപ്പെട്ടു പോകുമെന്ന ആശങ്ക വേണ്ട. അതോടൊപ്പം ഈ കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടി നിസ്സാരമായ കാരണങ്ങൾ പറഞ്ഞ് ഈ വിഷയത്തിലെല്ലാം CBI തന്നെ അന്വേഷിക്കണം എന്ന നിലപാടിനോട് കോടതി യോജിക്കുന്നില്ല. അത്തരം അന്വേഷണം ആവശ്യമില്ല. പോലീസ് വളരെ കുറ്റമറ്റ നിലയിൽ തന്നെയാണ് ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് മാത്രമല്ല, പോലീസിലെ തന്നെ വളരെ പ്രഗത്ഭരായ, കാര്യശേഷിയുള്ള, കഴിവുള്ള ഉദ്യോഗസ്ഥരാണ് ഈ അന്വേഷണങ്ങൾക്കെല്ലാം നേതൃത്വം നൽകുന്നത്. ഇതേ ഉദ്യോഗസ്ഥർ തന്നെയാണ് ഡെപ്യൂട്ടേഷനിൽ CBIയിലേക്ക് പോകുന്നതും. അതായത് കേരള പോലീസിൽ നിന്ന് ഉൾപ്പെടെയുള്ള പോലീസിലെ ഉദ്യോഗസ്ഥർ തന്നെയാണ് ഡെപ്യൂട്ടേഷനിൽ CBIയിലേക്ക് പോകുന്നത്. ആ ഉദ്യോഗസ്ഥർ തന്നെയാണ്, കേരള പോലീസിൽ നിന്ന് കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥർ തന്നെയാണ് CBIയിലും കേസ് അന്വേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ CBI എന്ന വാദത്തിന് ഒരു കഴമ്പുമില്ല, അതിൻ്റെ ആവശ്യവും നിലവിലില്ല എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത നിലയിൽ ഹൈക്കോടതി പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതെല്ലാം വലിയ നിലയിൽ ഒരു തിരിച്ചടി, അത് പ്രതിപക്ഷം കൊണ്ടുവന്ന ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾക്കെല്ലാം
ഭരണപക്ഷം ഇന്നലെ കടുത്ത ഭാഷയിൽ മറുപടി നൽകി എങ്കിൽ പോലും അതേസമയം കോടതിയും സമാനമായ നിലയിൽ പ്രതിപക്ഷ നേതാവിനും പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഈ വിമർശനങ്ങൾക്കുമുള്ള മറുപടി തന്നെയാണ് നൽകിയത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. സ്വാഭാവികമായും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പ്രതിപക്ഷം കൊണ്ടുവന്ന ഇത്തരം ആക്ഷേപങ്ങളെല്ലാം വെറുതെയായി പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇനിയിപ്പോൾ ഏത് വിഷയം ഉന്നയിച്ച് സഭയ്ക്കകത്ത് വലിയ പ്രതിഷേധത്തിലേക്ക് പ്രതിപക്ഷം പോകും എന്ന ഒരു കാര്യം കൂടിയുണ്ട്. ഈ ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങളും ഈ വിധിയും എല്ലാം തന്നെ ഇന്നും സഭയ്ക്കകത്ത് കോട്ട് ചെയ്യാൻ തന്നെയായിരിക്കും ഭരണപക്ഷത്തിന്റെ തീരുമാനം. ആ നിലയിൽ തന്നെയായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോവുക. അതുകൊണ്ട് തന്നെ നിയമസഭയിൽ നിരായുധരായി നിൽക്കുന്ന പ്രതിപക്ഷത്തെ ഇന്നും കാണേണ്ടി വരും എന്നുള്ളതാണ് സാഹചര്യം. ഏതായാലും ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പൂർണ്ണ സംതൃപ്തിയാണ് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അത് അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസം പകരുന്ന കാര്യമാണ്. അതോടൊപ്പം തന്നെ ഭരണപക്ഷത്തെ സംബന്ധിച്ചും വലിയ ആത്മവിശ്വാസം ഈ വിധി നൽകുന്നുണ്ട്. ആ വിധിയുടെ ചുവട് പിടിച്ചുകൊണ്ടുള്ള ചർച്ചകൾ തന്നെയായിരിക്കും ഇന്നും സഭയിൽ മുന്നോട്ട് വരിക എന്നുള്ളതാണ് നമുക്ക് കാണാനാവുക. വിനുഷ, കമലേഷ്, അവർ നിരായുധരല്ല. ബാനറിന്റെ തറ്റത്ത് കെട്ടിയ വടി കൊണ്ട് വരെ സ്പീക്കറെ അടിക്കാൻ നോക്കിയ ടീമാണ് ആ പ്രതിപക്ഷം. അവരെ നിരായുധരെന്ന് നമുക്ക് ഒരിക്കലും വിശേഷിപ്പിക്കാനാകില്ല. കാരണം അത്ര രീതിയിലുള്ള അതിക്രമ സംഭവങ്ങൾ ഇന്നേ വരെ നിയമസഭ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള സമര സംഭവങ്ങളാണ് നിയമസഭയിൽ അരങ്ങേറുന്നത്. ബാനർ മറച്ചുകൊണ്ട് സ്പീക്കറെ ഡയസിനുള്ളിലേക്ക് തള്ളിക്കയറാൻ ശ്രമിക്കുക, സ്പീക്കറുടെ ചെയർ ചവിട്ടി തള്ളിയിടാൻ ശ്രമിക്കുന്ന അൻവർ സാദത്ത് MLA നമ്മൾ കണ്ടു. ആ ബാനറിന്റെ കെട്ടിയ വടി അത് എടുത്ത് സ്പീക്കറെ തല്ലാനോങ്ങുന്ന പ്രതിപക്ഷ MLA-മാരെ നമ്മൾ കണ്ടു. അത് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി അത് സഭയിൽ കോട്ട് ചെയ്യുന്നുണ്ട്. സ്പീക്കർ പറയുന്നുണ്ട് ഈ രീതിയിൽ സഭ തടസ്സപ്പെടുത്തരുത് എന്ന് പ്രസ്താവന പറഞ്ഞുകൊണ്ടാണ്, അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഇന്നലെ നിയമസഭാ സമ്മേളനം തുടങ്ങിയതിന്, ഇന്നലത്തെ സെഷൻ ആരംഭിക്കുന്നതിന്. അപ്പോൾ നമ്മൾ പ്രതിപക്ഷ നേതാക്കൾക്ക് അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന് തിരിച്ചടി ഏറ്റു എന്ന് പറയുമ്പോൾ അതൊരു തരത്തിലും അംഗീകരിക്കാൻ പ്രതിപക്ഷം തയ്യാറാകുമെന്ന് നമ്മൾ കരുതണോ? കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഏത് കേസിലും ഏത് വിഷയത്തിലായാലും തിരിച്ചടി കിട്ടുമ്പോഴും പച്ച നുണ മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്ന് നിന്ന് പറയാനുള്ള നമ്മുടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു ധൈര്യമുണ്ടല്ലോ, അത് സമ്മതിച്ചു കൊടുക്കാതെ വയ്യ. ഇനിയും അതുപോലെയുള്ള പച്ച നുണകൾ ആവർത്തിക്കുക തന്നെ ചെയ്യും. കാരണം വരാനിരിക്കുന്നത് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. വിനുഷ, നിരായുധരായി എന്ന് ഞാൻ പറയുന്നത് ആശയപരമായി നിരായുധരായി എന്ന് മാത്രമാണ്. ആശയങ്ങൾ കൊണ്ട് പറഞ്ഞു നിൽക്കാൻ കഴിയാത്തപ്പോൾ അല്ലെങ്കിൽ ആശയങ്ങൾക്ക് മുനയൊടിയുമ്പോഴാണ് ആയുധങ്ങൾക്ക് മൂർച്ച കൂടുന്നത്. തീർച്ചയായും ആ നിലയിൽ ആശയങ്ങൾക്ക് മുനയൊടിയുമ്പോഴാണ് ആയുധങ്ങൾക്ക് മൂർച്ച കൂടുന്നത് എന്ന് നമ്മൾ പറയാറുണ്ട്. ആ നിലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും സഭയ്ക്കകത്ത് ആശയപരമായി ഏതെങ്കിലും കാര്യത്തിൽ ആശയം കൊണ്ട് ഭരണപക്ഷത്തെ നേരിടുന്ന പ്രതിപക്ഷത്തെ നമ്മൾക്ക് കാണാനായിട്ടില്ല. അടിയന്തര പ്രമേയം അവതരിപ്പിക്കാനുള്ള സമയമുണ്ടല്ലോ. ഒരു കാര്യം പോലും ഈ ശബരിമല സ്വർണ്ണമോഷണ കേസ് എന്താ ഇവർ അടിയന്തര പ്രമേയ നോട്ടീസായി കൊണ്ടുവരാത്തത്? അടിയന്തര പ്രമേയമായി കൊണ്ടുവന്നാൽ ചർച്ചയ്ക്കെടുക്കില്ലേ ഭരണപക്ഷം? ഈ കഴിഞ്ഞ നിയമസഭാ കാലയളവിൽ 18ഓളം അടിയന്തര പ്രമേയങ്ങൾ ചർച്ചയ്ക്കെടുത്തതല്ലേ ഭരണപക്ഷം? അപ്പോൾ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകി അത് അടിയന്തര പ്രമേയമായി ചർച്ചയ്ക്കെടുത്ത് കഴിഞ്ഞാൽ പൊളിയാൻ പോകുന്നത് എവിടെയാണ് എന്ന് കൃത്യമായ ബോധ്യം പ്രതിപക്ഷത്തിനുണ്ട്. അവിടെയാണ് ആശയം കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റാത്തവരായി പ്രതിപക്ഷം മാറിപ്പോകുന്നതും. അപ്പോൾ ആ രീതിയിൽ നിരായുധരാണ് എന്ന് തന്നെയാണ് കമലേഷ് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായി. വളരെ ശരിയാണ് വിനുഷ. ഏതായാലും എന്തായിരിക്കും പ്രതിപക്ഷത്തിന്റെ നിലപാട്, ഇന്ന് നിയമസഭയിൽ സ്വീകരിക്കാൻ പോകുന്ന നിലപാട് എന്ന് തന്നെയാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. കാരണം തിരിച്ചടികൾ ഏറെ ഏൽക്കുമ്പോഴും അതൊന്നും തങ്ങളെ ബാധിക്കുന്ന വിഷയമേ അല്ല എന്നുള്ള രീതിയിൽ ഹൂ കെയർ ഡോണ്ട് കെയർ എന്ന രീതിയിൽ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ടുള്ള പെരുമാറ്റം. ഇന്നും അത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും, അല്ലേ കമലേഷ്? വിനുഷ, തീർച്ചയായും ആ നിലയിൽ തന്നെ, അതായത് ആശയപരമായി പ്രത്യേകിച്ച് എന്തെങ്കിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെക്കാൻ പ്രതിപക്ഷത്തിനില്ല എന്നാണെങ്കിൽ പോലും ഈ വിഷയത്തിൽ വലിയ പ്രതിഷേധത്തിലേക്ക് പോകാൻ തന്നെയായിരിക്കും പ്രതിപക്ഷത്തിൻ്റെ തീരുമാനം. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ പറഞ്ഞതുപോലെ തന്നെ അടിയന്തര പ്രമേയമായി ഒരു വിഷയം ഉയർത്തിക്കൊണ്ടുവരാൻ പോലും ശേഷിയില്ലാത്ത നിലയിലേക്ക് ആശയ ദാരിദ്ര്യം അനുഭവിക്കുന്നുണ്ട് പ്രതിപക്ഷം എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെയാണ് സഭയ്ക്കകത്ത് ഒരു അടിയന്തര പ്രമേയം കൊണ്ടുവരാതെ, ഒരു തരത്തിലുമുള്ള ചർച്ചയ്ക്ക് മുതിരാതെ, ഒരു തരത്തിലുമുള്ള സഭയുടെ നടപടിക്രമങ്ങൾ അനുവദിക്കാത്ത നിലയിലേക്കുള്ള ഒരു പ്രകടനം
പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. സ്വാഭാവികമായും ആ നിലയിൽ തന്നെയേ ഇനിയും പ്രതിപക്ഷത്തിന് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. എന്തുകൊണ്ടെന്നാൽ ഏറ്റവും പ്രധാനമായി ഇന്നലെ സഭയ്ക്കകത്ത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പൊളിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യമുണ്ടായി. ഭരണപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും വലിയ നിലയിലുള്ള അടി കിട്ടുന്ന ഒരു ആശയപരമായ അടി കിട്ടുന്ന ഒരു സാഹചര്യം കൂടി ഇന്നലെ ഉണ്ടാകുന്ന ഒരു സ്ഥിതിയുണ്ട്. അതോടൊപ്പം തന്നെ ഭരണപക്ഷത്തെ പ്രതിസന്ധിയിലാക്കുന്ന നിലയിലേക്ക് ഒരു വിഷയവും ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുന്നില്ല എന്നുള്ള ഒരു കാര്യമുണ്ട്. ആ നിലയിൽ തന്നെ പ്രതിപക്ഷ നേതാവിനെതിരെ വലിയ വിമർശനം പാർട്ടിക്കകത്ത് പോലും അല്ലെങ്കിൽ മുന്നണിക്കകത്ത് പോലും ഉണ്ടാകുന്നുമുണ്ട്. ഏതെങ്കിലും കാര്യമാത്ര പ്രസക്തമായ ഏതെങ്കിലും ഒരു വിഷയം സഭയ്ക്കകത്ത് ഉയർത്തിക്കൊണ്ടുവരാൻ പ്രതിപക്ഷത്തിന് കഴിയുന്നില്ല എന്നുള്ളത്. ക്രിയാത്മക പ്രതിപക്ഷം, അതാണ് ഇന്നലെ മന്ത്രി വളരെ കൃത്യമായി പറയുന്നത്. ക്രിയാത്മക പ്രതിപക്ഷം എന്നുള്ളതാണ് പൊതുവെ പറയാറുള്ളത്. ആ നിലയിൽ ക്രിയാത്മകമായ ഒരു തരത്തിലുള്ള ഇടപെടലും പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും സഭയിൽ ഉണ്ടാകുന്നില്ല, സഭയ്ക്ക് പുറത്തും ഉണ്ടാകുന്നില്ല എന്ന വിമർശനം കാര്യമായി ഉയർന്നു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ പ്രതിസന്ധി നിലവിൽ അനുഭവിക്കുന്നത് പ്രതിപക്ഷം തന്നെയാണ്. എന്ത് വിഷയം ഉയർത്തി ഇനി ഈ പ്രതിഷേധത്തിലേക്ക് പോകും എന്ന കാര്യം കൂടി പ്രതിപക്ഷം ആലോചിക്കുന്നു കൃത്യമായി. അതായത് ഈ പ്രതിപക്ഷത്തിൻ്റെ പാർലമെന്ററി പാർട്ടി യോഗം നടക്കുന്ന ഘട്ടത്തിൽ പോലും എന്ത് വിഷയം ഇന്ന് ഉന്നയിക്കണം എന്ന കാര്യത്തിൽ വലിയ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും സമാനമായ വിഷയം, ശബരിമല വിഷയം തന്നെ ഉയർത്തി സഭയുടെ നടപടിക്രമങ്ങൾ അലങ്കോലപ്പെടുത്തുന്ന നിലയിലേക്ക് നടുത്തളത്തിൽ ഇറങ്ങി വലിയ പ്രതിഷേധത്തിലേക്ക് പോവുക എന്നുള്ള നിലയിൽ തന്നെയായിരിക്കും ഇന്നും പ്രതിപക്ഷത്തിൻ്റെ ഒരു ഇടപെടൽ സഭയ്ക്കകത്ത് ഉണ്ടാവുക എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിനെ ഏത് നിലയിൽ ഭരണപക്ഷം പ്രതിരോധിക്കും എന്നതുകൂടിയാണ് ഇന്നത്തെ സഭയിൽ നമ്മൾ കാണുന്നത്. ശരി കമലേഷ്, താങ്ക് യു. കമലേഷാണ് വളരെ സുദീർഘമായി തന്നെ നിയമസഭയിൽ അരങ്ങേറിയ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ സംഭവ വികാസങ്ങളെക്കുറിച്ചും ഇന്ന് എന്തൊക്കെയാണ് നിയമസഭയിൽ വരാനിരിക്കുന്നത് എന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ കൃത്യമായി തന്നെ പറഞ്ഞു തന്നത്. ഏതായാലും കമലേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ക്രിയാത്മകമായ ചർച്ചകൾക്കോ സർഗാത്മകമായ സംവാദങ്ങൾക്കോ ഇടയാക്കാനുള്ള ഒരു സാഹചര്യം നിയമസഭയിൽ ഒരുക്കാൻ പ്രതിപക്ഷത്തിന് കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് പ്രതിപക്ഷത്തിൻ്റെ ഒരു പോരായ്മയായി വിലയിരുത്തപ്പെടുന്നത്. ഏതെങ്കിലും ഒരു കാര്യത്തിൽ വസ്തുതാപരമായി കണക്കുകൾ നിരത്തിക്കൊണ്ട് തെളിവുകൾ വെച്ചുകൊണ്ട് നിയമസഭയിൽ സഭാരേഖയായി ഉന്നയിക്കാൻ പാകത്തിൽ അടയാളപ്പെടുത്താൻ പാകത്തിൽ ഒന്നും തന്നെ പ്രതിപക്ഷത്തിൻ്റെ പക്കലില്ല. ഏതെങ്കിലും തരത്തിൽ സഭ അലങ്കോലമാക്കി ഇറങ്ങിപ്പോകുക, സഭയിൽ നിന്ന് സ്പീക്കർ സംസാരിച്ച് തുടങ്ങുമ്പോഴേക്ക് തന്നെ നടുത്തളത്തിലേക്ക് ഇറങ്ങുന്നു, അവിടെ നിന്ന് 2 മുദ്രാവാക്യം വിളിക്കുന്നു, ഏതെങ്കിലും തരത്തിലുള്ള ബാനറുകൾ ഉയർത്തുന്നു. ഇന്നെന്താ ചർച്ചയില്ല എന്ന് ബാനറുകൾ ഉയർത്തി ഇന്ന് ചർച്ച ചെയ്യാനുള്ള വിഷയം പോലും തീരുമാനിക്കാൻ അവരുടെ കയ്യിലില്ല എന്നുള്ളതായിരുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ടുള്ള വസ്തുത. അടിയന്തര പ്രമേയ നോട്ടീസായി പല വിഷയങ്ങളും ചർച്ച ചെയ്യാമായിരുന്നു. എന്തുകൊണ്ട് അടിയന്തര പ്രമേയ നോട്ടീസ് കൊണ്ടുവരുന്നില്ല? അടിയന്തര പ്രമേയ നോട്ടീസ് കൊണ്ടുവന്നാൽ അത് ഭരണപക്ഷം ചർച്ചയ്ക്കെടുക്കും. ചർച്ചയ്ക്കെടുത്തു കഴിഞ്ഞാൽ ആർക്കാണ് പണി കിട്ടുക എന്ന് കൃത്യമായി ഈ വി ഡി സതീശനും കൂട്ടർക്കും അറിയാം. അതുകൊണ്ടാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകാത്തതും ചർച്ചയ്ക്ക് അവർ തയ്യാറാകാത്തതും. അപ്പം ഇന്നും അത്തരത്തിലൊരു ചർച്ച നമ്മളേതായാലും നിയമസഭയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല. നിയമസഭ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നല്ല ത്രില്ലറാണ്. നിയമസഭ കണ്ടിരിക്കാൻ ഭയങ്കര രസകരവുമാണ്. കാരണം മാസ് ഡയലോഗുകളുണ്ട്, തീപ്പൊരി ഡയലോഗുകളുണ്ട്.